അപ്പം നമ്മുടെ ഈ ഫാം ഹൗസിൽ കുറേ മൾബറി ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ല, നമുക്കൊക്കെ ഇഷ്ടമല്ല. മധുരം ഉണ്ടോയെന്ന് അറിയില്ല. ഇഫ്താർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് അടിക്കണം. നോമ്പില്ലാത്ത ചില ആൾക്കാർ പറഞ്ഞു നല്ല മധുരം ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് നോമ്പിന് ശേഷം പറയാം. ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഫുജൈറയിലോട്ട് പോവാണ്. ഇന്ന് ഇഫ്താർ ഞങ്ങൾ ഫാമിലി ആയിട്ട് 4 ടീംസ്, നമ്മൾ 4 ഫാമിലി ഉണ്ട്. ഹസ്ബൻഡ്, അവരുടെ 2 സിസ്റ്റേഴ്സ്, ഹസ്ബൻഡിൻ്റെ ബ്രദർ, ഫാമിലി, ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു 10-15 ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുജൈറയിൽ ഒരു ഫാം ഹൗസിലാണ് ഇന്ന് നമ്മുടെ ഇഫ്താർ. ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യും. പിന്നെ കുട്ടികൾക്ക് കുറേ ഫണ്ണും കാര്യങ്ങളും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗാണ്. നമ്മളിപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികളുടെ ഡ്രസ്സും എക്സ്ട്രാ ഡ്രസ്സും സ്വിമ്മിങ്ങിനുള്ളതും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ബ്രദറിൻ്റെ ടീം നമ്മുടെ കാറിലായിട്ട് 2 കാറിൽ പോകണ്ടെന്ന് വിചാരിച്ചു. ഒരു കാറിൽ അവരുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ ഫുജൈറ കോർഫ് ഖാൻ എക്സിറ്റ് ഒക്കെ എടുത്തു. ഏകദേശം ഇനി ഒരു 10 മിനിറ്റ് ഇല്ല നമ്മുടെ ഫാം സ്റ്റേയിൽ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ജസ്റ്റ് വണ്ടി നിർത്തി എല്ലാവരും ജസ്റ്റ് ഫ്രഷായി, പിള്ളേർ ജസ്റ്റ് സമൂസയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ നമ്മുടെ ഫാം സ്റ്റേയുടെ അങ്ങോട്ട് പോവാണ്. അതിനിടയ്ക്ക് നമ്മൾ കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ പോണ വഴിയൊന്നും ഡോങ്കിയിലുണ്ട്, സെറ്റ് ഡോങ്കിയ ഫൈസാണു നാണ്ടേന്. ലാൻഡ്മാർക്ക് ഫാം സ്റ്റേ ബെസ്റ്റ് പ്ലേസ് ആയിരുന്നു ഗൈസ്. നമ്മൾ ഫാമിലി ഫ്രണ്ട്സും എല്ലാവർക്കും വന്ന് അങ്ങനെ നമ്മളെ കസിൻ ഇട്ട് വന്നത് അല്ലു, ഫൈസൻ, ഓരൊക്കെ ലിയ, ഹിയ ഓരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കി മൗണ്ട് നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ലാൻഡ്മാർക്ക് ഫാം സ്റ്റേയുടെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. ഈ ഒരു ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബ്, നല്ലൊരു പീസ്ഫുൾ ആയിട്ട് നല്ല നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ഗ്യാദർ ചെയ്യാൻ പറ്റില്ല നല്ലൊരു ഫാം സ്റ്റേ ഉണ്ട് ഇവിടെ. റൈറ്റ് സൈഡിൽ കുഞ്ഞ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സിറ്റിംഗ് ഏരിയ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫൊക്കെ ഇട്ട് നല്ല കുശലം പറഞ്ഞ് ഫണ്ണടിച്ച് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേരിട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് സ്വിമ്മിംഗ് പൂൾ. അത് നല്ല ഔട്ട്ഡോർ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിള്ളേർക്ക് സേഫായിട്ട് കുളിക്കാനുള്ളതുണ്ട്. അതുപോലെ നമുക്ക് തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമൊക്കെ കാണാൻ പോകുന്നതിൻ്റെ ഇടയിൽ അവിടെയുണ്ട് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ട്, അതും ഒരു 8 ആൾക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ സെൻട്രലായിട്ടൊരു പഴയ സ്കൂട്ടി എടുത്തൊരു ഡിസൈനൊക്കെ ആക്കിയിട്ട് അതിൽ ചെറിയ ഡെക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല വൈബാക്കിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാണുന്നതാണ് പ്ലേ ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. മക്കൾക്ക് സേഫായിട്ട് കളിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മക്കളുടെ കൂടെ വരുമ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും മക്കളുടെ കൂടെ കുറച്ച് നേരം അവരുടെ ഈ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. നല്ലൊരു ഈവനിങ് സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് സൺസെറ്റും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. പ്ലേ ഗ്രൗണ്ടിൽ നല്ല ഊഞ്ഞാൽ നല്ല ബ്ലൂ കളറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബിഗ് സ്ലൈഡ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മൗണ്ടെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നിന്നിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ നല്ല നീന്തലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മക്കൾ നേരത്തെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഈ ഒരു ഡോറ് വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി പ്ലാന്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ മൾബറിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ മൾബറി തൈയിലൊക്കെ മൾബറി നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. മൾബറി അതുപോലെ തന്നെ കുറേ പ്ലാന്റ്സുകളുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൾബറിയാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ചുവന്ന് നല്ല പഴുത്തിരിക്കുന്ന കുറേ മൾബറീസ് ഉണ്ട്. മക്കളൊക്കെ അപ്പോഴേക്കും എടുത്ത് കഴിക്കുന്നുണ്ട്. ഓടി കളിക്കുന്നതിൻ്റെ ഇടയിൽ എടുത്ത് വന്ന് കഴിക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഫാം ഹൗസിൽ കുറേ മൾബറി ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ല, നമുക്കൊക്കെ ഇഷ്ടമല്ല. മധുരം ഉണ്ടോയെന്ന് അറിയില്ല. ഇഫ്താർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് അടിക്കണം. നോമ്പില്ലാത്ത ചില ആൾക്കാർ പറഞ്ഞു നല്ല മധുരം ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് നോമ്പിന് ശേഷം പറയാം.
നമുക്ക് റൂമുകളൊക്കെ ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് ഞാനൊരു റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഒരു റൂമിൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ്. അതിൽ തന്നെ 5 ബെഡും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരുപാട് ആളുകളായിട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ഫാം സ്റ്റേയിൽ നിൽക്കാൻ പറ്റുമോ. ഒരു റൂമിൽ ഇതേപോലെ തന്നെ ഷെൽഫും 5 ബെഡ് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. AC കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഈ ഒരു റൂമുകളുടെ കാഴ്ചകൾ ഇങ്ങനെയാണ്. പുറത്തോട്ട് ഇപ്പം ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വൈപ്പായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മോനപ്പോഴേക്കും സോഡ ഒക്കെ കൊണ്ടുവന്ന് അവനക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ മാരിബിൻ്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയുടെ കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല നാരങ്ങ വെള്ളവും പിന്നെ ഒത്തിരി പൊരിക്കടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നോമ്പ് തുറ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇഫ്താറും പരിപാടിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിവിടെ ഈ ഒരു ലാൻഡ്മാർക്ക് ഫാം സ്റ്റേ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് മുകളിലായിട്ട് വരുന്നുണ്ട്, ഒന്ന് താഴെയായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യാനുള്ള പ്ലാൻ. ഞങ്ങൾ ഫസ്റ്റ് നിന്നിട്ടുള്ള റിസോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒന്നുകൂടെ നല്ല സ്പേസ് ഉള്ള റിസോർട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ആ റിസോർട്ടിലോട്ട് നമ്മൾ മൂവ് ചെയ്തു. പിള്ളേർ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ സ്പേസ് കൂടുതലും നല്ല റൂമും അതുപോലെ തന്നെ വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാ ടീമും കൂടെ ഈ ഒരു താഴെയുള്ള ഒന്നും കൂടെ സൗകര്യമുള്ള റിസോർട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പം അതിനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങാൻ പോകണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും നമ്മുടെ പ്ലാനൊക്കെ മാറി. ഫസ്റ്റ് നോമ്പ് തുറ നമ്മൾ സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു നോമ്പ് തുറ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ചായക്കട എന്ന് പറഞ്ഞിട്ടുള്ള അബുക്കാൻ്റെ ചായക്കട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നല്ല മറ്റേ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ എന്തൊക്കെയോ സ്പെഷ്യലുകളുണ്ട്. മക്കൾ കുറേ എന്തൊക്കെ ഉപ്പിലിട്ട കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ബേക്കറി ഐറ്റംസ് പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മളും അവിടുത്തെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ച് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല ചായ, പത്തിരി, ചിക്കൻ കറി, ബീഫ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നല്ലോണം കഴിച്ചിട്ട് പിന്നെ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാവരും കൂടെ ഫാം സ്റ്റേയിൽ വെച്ചിട്ട് നമ്മൾ നല്ല ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ വന്നപ്പോൾ നമ്മൾ നേരെ നമ്മൾ അത്യാവശ്യം ആളുകളുള്ളതുകൊണ്ട് തന്നെ മുകളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അബുക്കാൻ്റെ ചായക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിലെത്തിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ മക്കളുടെ ആർട്ടും കാര്യങ്ങളും ഒക്കെ ഓരോരോ ഒരു വാള് നിറച്ച് ഓരോന്ന് കുത്തി വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിവുള്ള ആൾക്കാർ പലതും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കളും ഓരോന്ന് ക്രയോൺസ് വെച്ചിട്ട് കുത്തി വരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല പൊറോട്ടയും ചിക്കനും അങ്ങനെ മിക്സായിട്ട് നമ്മൾ ഒത്തിരി ഫുഡുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫും ചിക്കനും പൊറോട്ട, പത്തിരി, ഒത്തിരി ഐറ്റംസ്. കാരണം നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. സ്നാക്സ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ഫാം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത് വരുന്ന ഫാം സ്റ്റേ. ഇവിടെയും നല്ല രസമുണ്ട്. സിറ്റിംഗ് ഏരിയ ഒക്കെ ഒരു ബ്ലൂ ലൈറ്റൊക്കെ കൊടുത്ത് ഡെക്കറൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ കാണുന്ന നമ്മുടെ ഒരു ഹാളായിട്ട് വരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡോറായിട്ട്, ഇത് ഔട്ട്ഡോർ അല്ല കേട്ടോ, ഇൻഡോറായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, AC ഉണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല നമുക്ക് പാട്ടൊക്കെ പാടിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വലിയൊരു ഹാൾ തന്നെയാണ് കേട്ടോ. നമ്മൾ നല്ല പാട്ട് പാടും. നല്ല എന്താണ് ഫണ്ണി സാധനമുള്ളത്? അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് എല്ലാ ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് പിന്നെയും നമ്മുടെ റിസോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷമാണ് നമ്മുടെ കുക്കിങ്ങിന്റെ പരിപാടി തുടങ്ങുന്നത്. ഇഫ്താറും നല്ല പത്തിരിയും പൊറോട്ടയും എല്ലാം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഗീ റൈസും ചിക്കൻ കറി വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു. ഗീ റൈസ് റെഡിയായി, ചിക്കൻ കറി റെഡിയായി. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടീംസ് ഒക്കെ സ്വിമ്മിംഗ് പൂളിൽ പാട്ടൊക്കെ ഇട്ടിട്ട് സ്വിമ്മിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാടിക്കൂടി പോട്ടല്ലേ.
അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇവരുണ്ടാക്കിയ നെയ്ച്ചോറൊക്കെ പോകുന്നത്. സോ കമ്മിങ് സോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, നല്ല ഫ്രഷായി, നല്ല ഉഷാറായിട്ട് ഇനി ഫുഡ് കഴിക്കണം. അതിന് മുമ്പ് എല്ലാവരും ഓരോരുത്തർ റെഡിയായി വരുന്നേ ഉള്ളൂ. മക്കൾ അപ്പോഴേക്കും പിന്നെയും കളിക്കാൻ പോയി. അത്യാവശ്യം നല്ലോണം നീന്തിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റും വീണ്ടും ഒന്ന് കറങ്ങി. അപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. എന്തായാലും ഒരു പ്രത്യേക വൈബാണ് നമ്മൾ ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്നത്. അതും കഴിഞ്ഞു നല്ലൊരു മുസമ്പിയും ബനാനൊക്കെ കഴിച്ചു. എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കുറേ നേരം കുശലം പറഞ്ഞു. അങ്ങനെ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ എണീറ്റു. എൻ്റെ 2 മക്കൾ എണീറ്റിട്ടില്ല. ഇവിടെ ഇപ്പം സമയം 9 o'clock ആയിട്ടോ. നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടാണ് കിടുന്നത്. ഏർലി മോർണിംഗ് ഒരു സുബഹി 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും സംസാരിച്ച് വന്നപ്പം കിടക്കാൻ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സെറ്റാക്കണം. പിന്നെ ജസ്റ്റ് ഇനി ഒന്നും കൂടെ ഇവിടെ ഫാം ഹൗസിലൂടെ എല്ലായിടത്തും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പറയാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, തീരെ ഉറങ്ങാത്തതുകൊണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് മാക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗറും മേടിച്ച് മക്കൾക്ക് നല്ല ബർഗറും കൊടുത്തു. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.